ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കമന്റിലൂടെ എങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ ആയി, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് പ്രോബ്ലംസ് തുടങ്ങിയത് ഡെലിവറി സമയത്തായിരുന്നു. 8ാം മാസത്തിൽ ഞാൻ സാധാരണ നമ്മൾ ഡെലിവറി കുറച്ച് നടക്കുകയോ ചെയ്യലോ, അങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു തലചുറ്റൽ വന്നു. ഫുള്ള് ഓർമ്മ ഇല്ലാണ്ട് ഞാൻ ഫിക്സിൻ്റെ അടുത്തോളം എത്തിയിട്ട് തലചുറ്റി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി CS ചെയ്തു. BP ഹൈ ആയിട്ടായിരുന്നു. അന്ന് 250ഓളം BP ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മോളും ചെറുതായിരുന്നു. മോളെ NICUവിലും ഞാൻ ICUവിലൊക്കെ ആയിരുന്നു. അതിന് കുറച്ച് ഹോസ്പിറ്റലിൽ അന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ചിൽ പസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഇൻഫെക്ഷൻ അധികമായോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സ്കാനിങ് ചെയ്യിപ്പിച്ചു. അപ്പോൾ സ്കാനിങ് ചെയ്യിപ്പിച്ച ഡോക്ടർ നേരെ പറഞ്ഞു, നമ്മളോട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നേരെ ഡോക്ടർ പറഞ്ഞത് സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു CT സ്കാൻ എടുക്കണം പറഞ്ഞു. പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചാൽ ഫുള്ളന്ന് ഹോസ്പിറ്റലും എൻ്റെ മാനസികനില വളരെ മോശമായിരുന്നു. ഇങ്ങനെ ഈ കുട്ടീനെ നോക്കണം, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊന്ന് റിക്കവർ ആയതിനു ശേഷം അതിൽ സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കിഡ്നി ചെറുതാണെന്നുള്ളത്. അങ്ങനെ എനിക്ക് അറിയാമായിരുന്നു എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് അന്ന് അറിയാമായിരുന്നു. എന്നിട്ട് ഞാനത് കാര്യമാക്കി എടുത്തില്ല. എന്നിട്ട് ഒരു 7 മാസമൊക്കെ ആയതിനു ശേഷം നമ്മൾ ഫിസിഷ്യനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാൻ. അങ്ങനെ ക്രിയാറ്റിൻ നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത സമയത്ത് 1.6 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും കാണാനില്ലല്ലോ, വേറെ സിംറ്റംസ് കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ജന്മനാ ചെറുതായിരിക്കും, അത് വലിയ കാര്യം ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഡോക്ടറല്ലേ നമ്മളോട് പറഞ്ഞത്, പിന്നെ നമ്മളത് കാര്യമൊക്കെ എടുത്തില്ല. പിന്നെ BP ഉണ്ടായിരുന്നു. BPയുടെ മരുന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് മോൾക്ക് 2 വയസ്സായ സമയത്ത് എനിക്ക് ചുമ നിർത്താത്തൊരു ചുമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നമ്മളെപ്പോഴും പോലും BP ചെക്ക് ചെയ്യില്ല ഡോക്ടേഴ്സ്. അങ്ങനെ BP നോക്കുന്ന സമയത്ത് 150 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തേ ചെറിയ വയസ്സിൽ ഇങ്ങനെ ഒരു BP, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത സമയത്ത് 2.1 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ ഓരോ ലാബിലും കൂടി ചെക്ക് ചെയ്തൊക്കെ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വേറെ ലാബിൽ ചെക്ക് ചെയ്തപ്പോൾ 3.1 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു ഫിസിഷ്യനെ കൂടി കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മളൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് ഡോക്ടർ നേരെ നെഫ്രോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ അടുത്തുള്ള PK ദാസ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കാണിച്ചിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിഡ്നി കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട്, ഇപ്പം ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് മരുന്നിൽ പോകാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഓരോ മാസം കഴിയുന്തോറും ഇത് ക്രിയാറ്റിൻ കൂടി വന്നിട്ട് അങ്ങനെ കിഡ്നി ലാസ്റ്റ് സ്റ്റേജിലായിട്ട് എത്തുകയാണെങ്കിൽ അവസ്ഥ വളരെ മോശം, നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ചെലവ് നമുക്ക് താങ്ങാൻ പറ്റായി. നമുക്കറിയാം ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെലവാണ് വരുന്നത്. നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നല്ല ഫീസും ബ്ലഡ് ടെസ്റ്റ്, എപ്പോൾ പോയി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൈവറ്റിലെ കാണിച്ചിട്ടായിരുന്നു, നമുക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ പോയിട്ട് അവിടെയും നമുക്ക് മെഡിസിൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക് ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് കുറച്ചെന്തെങ്കിലും വലിയ ഡോക്ടറിന് ഡയറക്റ്റ് നമ്പറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് കാണിച്ചിട്ട് പിന്നെ നിർത്തി. അവിടെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ജൂബിലി മിഷനിലേക്ക് പോയത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടെ പോയി ഡോക്ടറോട് അവിടെ കുറച്ചു കാലം അവിടെ 1-2 മാസത്തോളം അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ക്രിയാറ്റിൻ ഒരു ലെവലിൽ നിൽക്കാണ്ട് എല്ലാം കൺട്രോൾ ചെയ്തു. ഉപ്പൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളും ചെറുതാണ്, എല്ലാം കൂടി എനിക്ക് മാനസികാവസ്ഥയും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ക്രിയാറ്റിൻ 7 ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്യായിരിക്കും നല്ലത്, ചെറിയ വയസ്സല്ലേ, അപ്പം അങ്ങനെ പോവാം, ട്രാൻസ്പ്ലാന്റിലേക്കാണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഞാൻ തരാമെന്നുള്ള അപ്പം തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത്. നമുക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ജൂബിലി മിഷനിൽ അതിൻ്റെ സൗകര്യങ്ങളില്ല. പിന്നെ പ്രൈവറ്റിലാണ്, അവിടെ ചിലവും കാര്യങ്ങളും നമുക്ക് താങ്ങാൻ പറ്റാതെ, നമ്മൾ സാധാരണ ആളുകളാണ്. അപ്പം അതിന് ചിലവും കാര്യങ്ങളും നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. പക്ഷെ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ P പോസിറ്റീവ് എൻ്റെ O പോസിറ്റീവ് ആണ്, ഇത് മാച്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റിൽ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ കരുതിയിട്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ബിജു കെ ഗോപിനാഥ് സാറായിരുന്നു നമ്മുടെ ദൈവം എന്നൊക്കെ പറയില്ല, നമ്മളെ രക്ഷിച്ച സാറായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് നമുക്കിത് മാച്ച് ചെയ്തെടുക്കാം, ക്രോസ് മാച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ അഡ്മിറ്റായി. ക്രോസ് മാച്ച് ചെയ്തപ്പോൾ ഓക്കെ ആയി. അങ്ങനെ പ്ലാസ്മ ഫെറസും കാര്യങ്ങളും ചെയ്തിട്ടാണ് സെപ്റ്റംബർ 24-ന് എൻ്റെ
2024 സർജറി കഴിഞ്ഞത്. എൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണമായിരുന്നു. ക്ഷീണം പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ഇല്ലാന്ന് തോന്നുന്നൊരവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വോമിറ്റിംഗ് ആയിരുന്നു. ഫുൾ വോമിറ്റ്, നമ്മൾ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ദേഷ്യം വരിക, ഛർദ്ദിക്കാൻ വരിക. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന മണം കേട്ട, നമ്മളെങ്ങനെ പ്രഗ്നന്റ് ആകുമ്പോൾ എങ്ങനെ നമ്മുടെ അവസ്ഥ ഉണ്ടാവുക, ആ ഒരു രീതി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മണം കേട്ട് കഴിഞ്ഞാൽ വോമിറ്റിങ് കാര്യങ്ങൾ തോന്നുക, ക്ഷീണം. അപ്പം ഇതൊക്കെയാണ് എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്. പിന്നെ കാലിൽ ചെറിയ നീരുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ ഒരുപാട് എനിക്ക് നീരിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ചെറിയ ഒരു നീരിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ യൂറിൻ കുറവായിരുന്നു. പിന്നെ യൂറിനിൽ ഒരുപാട് പത ഉണ്ടായിരുന്നു യൂറിൻ പോണ സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നത്. എന്തായാലും അന്ന് സർജറി നന്നായിട്ട് തന്നെ കഴിഞ്ഞത്. പിന്നീടുള്ള ബുദ്ധിമുട്ടുകളാണ്, അത് നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. എൻ്റെ സിംറ്റംസ് ഒക്കെ ഇതാണ്. താങ്ക് യു.